ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് മെന്റൽ എബിലിറ്റി ഏരിയയിലെ റാങ്കിങ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങളുടെ എക്സാമിൽ ഷുവറായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് റാങ്കിങ് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ടൈപ്പുകളും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 1 മാർക്ക് കിട്ടും എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. 1 അല്ലെങ്കിൽ 2 മാർക്കോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. മെന്റൽ എബിലിറ്റി ഏരിയ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഈ ക്ലാസ് ആദ്യമായിട്ട് അവസാനം വരെ കാണുക. ഞാൻ മുഹമ്മദ് ഫാരിസ്. വൺസ് അഗെയിൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ ആദ്യ ചോദ്യം, നമ്മൾ ഇവിടുന്ന് ബേസിക് ആയ കാര്യങ്ങൾ തൊട്ടിട്ട് പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ടൈം എടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യ ചോദ്യം, അനിൽ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 25-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ക്യൂവിൽ ആകെ എത്ര ആളുകൾ ഉണ്ടായിരിക്കും? അനിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 25-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ക്യൂവിൽ ആകെ എത്ര ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ 25-ഉം 20-ഉം രണ്ട് സൈഡിൽ നിന്നുള്ള നമ്പർ ആഡ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? -1 ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് സൈഡിൽ നിന്നുള്ള നമ്പേഴ്സ് 25 + 20 -1, നമ്മുടെ ആൻസർ എത്ര വരും? 44 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 44 ആയിരിക്കും നമ്മുടെ ആൻസർ. അനിൽ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 25-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ക്യൂവിൽ ആകെ എത്ര ആളുകൾ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 25-ഉം ഈ 20-ഉം ആഡ് ചെയ്ത ശേഷം -1 ചെയ്യുമ്പോൾ നമുക്ക് 44 എന്ന് പറയുന്ന ആൻസർ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, എന്തുകൊണ്ടാണ് ഇവിടെ -1 ചെയ്യാനുള്ള കാരണം എന്നുണ്ടാവും. കാരണം ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും ഈ അനിൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും നമ്മൾ അനിലിനെ കൗണ്ട് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് കൗണ്ട് ചെയ്തിട്ടുണ്ട്, 2 തവണ കൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ 2 തവണ കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ 1 മൈനസ് ചെയ്തത്. അപ്പോൾ 44 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ വഴി ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. ഒരു വരിയിൽ ആകെ 20 പേരുണ്ട്. ജോൺ വരിയുടെ മുന്നിൽ നിന്ന് 6-മനാണ് എങ്കിൽ ജോൺ വരിയുടെ പിന്നിൽ നിന്ന് എത്രാമതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ടോട്ടൽ വരിയിലെ ആളുകളുടെ എണ്ണം തന്ന ശേഷം ഒരു സൈഡിലെ ആളുകളുടെ നമ്പർ കാണാനാണ് പറയുന്നത്. ഒരു സൈഡിലെ നമ്പർ തന്നിട്ടുമുണ്ട്. അപ്പൊ ഇനിയിപ്പോ ബാക്കിൽ നിന്ന് തന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് എത്രാമതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന രീതി പ്രകാരം തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 ഉണ്ടല്ലോ, ടോട്ടൽ 20 പേരുണ്ടല്ലോ, ആ 20-ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. എന്താണ് മൈനസ് ചെയ്യേണ്ടത്? നമ്മൾ ആ 20-ൽ നിന്ന് മൈനസ് ചെയ്യണം. എന്താണ് മൈനസ് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലെ നമ്പറാണ്. മുന്നിൽ നിന്ന് 6-മനാന്ന് പറയുന്നുണ്ട്, ആ നമ്പർ മൈനസ് ചെയ്യുക, ശേഷം +1 ചെയ്യുക. ഓക്കെ, 20 - 6 എത്ര വരും? 14. 14 + 1 നമ്മുടെ ആൻസർ എത്ര വരും? 15-മനായിരിക്കും. ബാക്കിൽ നിന്ന് 15th പൊസിഷൻ ആയിരിക്കും നമ്മുടെ ജോൺ എന്ന് പറയുന്ന വ്യക്തി. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിപ്പോ ഏത് സൈഡിൽ നിന്ന്, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പിന്നിൽ നിന്ന് 6-മനാണ്, ഫ്രണ്ടിൽ നിന്ന് എത്രാമതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ്. ടോട്ടൽ എത്ര പേരുണ്ടോ -1 സൈഡിൽ നിന്നുള്ള നമ്പർ +1. അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്ത ശേഷം -1 ചെയ്യുക. ഒരു സൈഡിൽ നിന്ന് എത്ര പേരാണ്, അതായത് ബാക്കിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ ലെഫ്റ്റ് നിന്നോ റൈറ്റ് നിന്നോ എത്ര പേരുണ്ടെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ എന്ന് ആ ഒരു നമ്പർ മൈനസ് ചെയ്ത ശേഷം +1 ചെയ്യുക. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ചോദ്യങ്ങൾ നിരവധി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒന്നുകൂടി കുറച്ചുകൂടി ലെവൽ കൂടിയ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇതും ഒരു ടൈപ്പ് ചോദ്യമാണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഒരു സിനിമയുടെ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ക്യൂവിൽ ഞാൻ മുൻപിൽ നിന്നും പിറകിൽ നിന്നും 11-മതാണ് എങ്കിൽ ക്യൂവിൽ എത്ര പേർ?
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്തല്ലോ, അതേ ടൈപ്പ് ചോദ്യമാണ്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും 11 അങ്ങനെയാണെങ്കിൽ ക്യൂവിൽ എത്ര പേർ? എന്ത് ചെയ്യണം? നമ്മൾ 11 + 11 ചെയ്ത ശേഷം -1 ചെയ്യുക. സോ 22 - 1 നമ്മുടെ ആൻസർ എത്രയാണ്? 21. ടൈപ്പ് 1 ചോദ്യം തന്നെയാണ്. ഇവിടെ നമ്പർ സെയിം ആയെന്ന് മാത്രമേ ഒരു മാറ്റമുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടൈപ്പ് 1 ചെയ്ത പോലത്തെ ഒരു ചോദ്യം തന്നെയാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. 21 ആണ് ആൻസർ കിട്ടുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഒരു വരിയിലെ കുട്ടികളിൽ വാസുവിന്റെ സ്ഥാനം ഇടത്ത് നിന്ന് 10ാമതാണ്, സാബു വലത്ത് നിന്ന് 9ാമതും. ഇവരുടെ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയാൽ വാസു ഇടത്ത് നിന്ന് 15ാമതാകുമെങ്കിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു വരി ഇങ്ങനെ വരക്കുകയാണ്, വരി ഇങ്ങോട്ട് വരക്കുകയാണ്. വാസു എന്ന് പറയുന്നത് ഇടത്ത് നിന്ന്, ഓക്കെ, നിങ്ങൾ സ്ക്രീനിലൂടെ നോക്കുമ്പോൾ ഇടത്ത് ഇതായിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങളെ നിൽക്കുമ്പോൾ എൻ്റെ ഇടത്ത് ഇതാണ്, പക്ഷെ നിങ്ങൾ സ്ക്രീനിലൂടെ നോക്കുമ്പോൾ ഇടത്തെ സൈഡ് ഇതായിരിക്കും. സോ ലെഫ്റ്റ് എന്ന് എത്രാമതാണ്? വാസു എന്ന് പറയുന്ന വ്യക്തി 10th പൊസിഷനാണ് ലെഫ്റ്റ് എന്ന്. സാബു എന്ന് പറയുന്നത് റൈറ്റ് എന്ന് 9th പൊസിഷനാണ്, റൈറ്റ് എന്ന്. അത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു. അതിനുശേഷം ഞാൻ എഴുതുന്നത് വാസു എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് എന്ന് 10th ആണെങ്കിൽ അവന്റെ ഈ സൈഡിൽ മൊത്തം 9 പേരുണ്ടാവും അല്ലെ. 10ാമതാവുമല്ലോ വാസു. അവന്റെ ഇപ്പുറത്തെ സൈഡിൽ, ഈ ഒരു സൈഡിൽ 9 പേരുണ്ടാവും. അതുപോലെ സാബുവിന്റെ ഈ ഒരു സൈഡിൽ എത്ര പേരുണ്ടാവും? 8 പേരുണ്ടാവും. അതൊന്ന് എഴുതി കൊടുക്കുക. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും, ഈ ചോദ്യത്തിൽ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഇനി പറയുന്നത് ഇവരുടെ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയാൽ വാസു ഇടത്ത് നിന്ന് 15ാമതാകുമെങ്കിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? അപ്പൊ വാസു എന്ന് പറയുന്ന ഇവര് പരസ്പരം മാറുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവുകയാണ് രണ്ടുപേരും. ഇപ്പൊ വാസുവിന്റെ സ്ഥാനം എത്രയാണ്? ഇടത്ത് നിന്ന് 15ാമതാണ്. ഇടത്ത് നിന്ന് വാസു ഇടത്ത് നിന്ന് 15ാമതാകുമെങ്കിൽ, ഓക്കെ, ഇപ്പോ 15 ഓക്കെ, ലെഫ്റ്റ് എന്ന് വാസുവിന്റെ സ്ഥാനം. സാബുവിന്റെ പൊസിഷൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ വാസു എന്ന് പറയുന്ന വ്യക്തി ഇടത്ത് നിന്ന് 15 അല്ലെ. സ്വാഭാവികമായിട്ടും ഇവിടെയാണല്ലോ ഇപ്പോൾ വാസു നിൽക്കുന്നത് അല്ലെ. ഇവിടെ ടോട്ടൽ എത്ര പേരുണ്ടാവും? 14 പേരുണ്ടാവും ആണല്ലോ. പ്ലസ് ആരുണ്ട്? വാസു ഉണ്ട് അല്ലെ. പ്ലസ് വാസു പ്ലസ് ആരുണ്ട്? ഈ സൈഡിൽ 8 പേരുണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവം ആവശ്യമായിട്ട് വരും എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സൈഡിൽ നമ്മൾ സാബുവിന്റെ കണക്കെടുത്തപ്പോൾ 8 പേരുണ്ട് എന്ന് പറഞ്ഞില്ലേ. പ്ലസ് 8. ഓക്കെ ആണല്ലോ. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 14 + 1 + 8 എത്ര വരും? 23 ആണ് നമ്മുടെ ആൻസർ. 23 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, സോ ആൻസർ എത്രയാണ്? 23 ആണ്. നമ്മൾ എന്ത് ചെയ്തു? വാസുവിന്റെ സ്ഥാനം സാബുവിന്റെ സ്ഥാനം എഴുതി, അവിടെ ഇപ്പുറത്തുള്ള ആൾക്കാരെ രണ്ടുപേരുടെ എഴുതി, എന്നിട്ട് പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ വാസു എന്ന് പറയുന്ന വ്യക്തി ഇടത്ത് നിന്ന് 15ാമതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ 14 പേരുണ്ടാവും, പ്ലസ് വാസു ഉണ്ടാവും, പ്ലസ് ഈ സൈഡിൽ 8 പേര്. ടോട്ടൽ എത്ര വരും? 23 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ CSEB എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രീ ലൈവ് ക്ലാസ് നമ്മുടെ ജൂൺ 18 ചൊവ്വാഴ്ച ദിവസം രാത്രി 9 മണിക്ക് നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ CSEB എക്സാമിൻ്റെ പല ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും റാങ്ക് മേക്കിംഗ് ടോപ്പിക്സ് ഒക്കെ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും കഴിഞ്ഞ എക്സാമുകളിൽ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും അവർക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റാതിരിക്കുന്നുണ്ടാവുക. അതുപോലെ കട്ട് ഓഫ് ഒക്കെ ചിലപ്പം പല ആൾക്കാരും പറയുമ്പോൾ ഇപ്പോൾ കട്ട് ഓഫിൻ്റെ താഴത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജൂൺ 18 രാത്രി 9 മണിക്കാണ് ക്ലാസ്. ഓക്കെ, പിന്നെ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെ അവർ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനായിട്ട്
താഴെ കൊടുത്ത നമ്പറിൽ 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു CSEB എക്സാമുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും അതിൽ ചോദിക്കാം. അതിൻ്റെ ലിങ്ക് താഴത്തെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ഈ ഒരു CSEB ഫ്രീ ലൈവ് ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക. തീർച്ചയായിട്ടും വളരെ നല്ലൊരു സെഷനായിട്ടും നിങ്ങൾക്ക് ആയിരിക്കും. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. എല്ലാവരും പരമാവധി ഈ ഒരു ലൈവിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, 45 കുട്ടികളെ പൊക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിയപ്പോൾ സുമ മുൻപിൽ നിന്ന് 12ാമതും മിനി പിറകിൽ നിന്ന് 15ാമതുമാണ്. അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? അപ്പൊ 45 കുട്ടികളുണ്ട് ടോട്ടൽ, 45 കുട്ടികളുണ്ട് ടോട്ടൽ. അതില് സുമ എന്ന് പറയുന്ന വ്യക്തി 12ാമതും, മുൻപിൽ നിന്ന് 12ാമതാണ്. അതുപോലെ ഞാൻ ശരിക്കും ഇത് ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് വരക്കുന്നത്. ഞാനിത് ഇങ്ങനെ വരക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒന്നുകൂടി സ്പേസ് ഉണ്ടാവാച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത് കേട്ടോ. മിനി പിറകിൽ നിന്ന് 15. മിനി എന്താണ്? പിറകിൽ നിന്ന് 15. ഓക്കെ ആണല്ലോ. അവർക്കിടയിൽ എത്ര പേര്, അതായത് മിനിയുടെയും സുമയുടെയും ഇടയിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വളരെ ഈസിയാണ്. 45 ഒരു ടോട്ടൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ ഇപ്പൊ സുമയുടെ ഫ്രണ്ടിൽ നിന്നുള്ള കൗണ്ട് തന്നിട്ടുണ്ട് അല്ലെ, 12th പൊസിഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സുമയുടെ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ബാക്ക് എന്നുള്ള പൊസിഷൻ നമ്പർ കാണാം, അല്ലെങ്കിൽ മിനിയുടെ ബാക്ക് എന്നുള്ള പൊസിഷൻ നമ്പർ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിൽ നിന്ന് കാണുക. നമുക്കറിയാമല്ലോ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണവും ഒരു സൈഡിലെ നമ്പറും തന്നു കഴിഞ്ഞാൽ ടൈപ്പ് 2 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കാണും? ടോട്ടൽ നമ്പറിൽ നിന്ന് ഒരു സൈഡിലെ നമ്പർ കുറച്ച ശേഷം +1 ചെയ്യുക. അപ്പൊ ഞാൻ മിനിയുടെയാണ് എടുക്കുന്നത്. മിനി ബാക്കിൽ നിന്ന് 15ാമതാണ്. അപ്പൊ മിനി ഫ്രണ്ടിൽ നിന്ന് എത്രയെന്ന് ഞാൻ കണ്ടുപിടിക്കുകയാണ്. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ആയിട്ടുള്ള 45ൽ നിന്ന് മിനിയുടെ ബാക്കിൽ നിന്നുള്ള പൊസിഷൻ കുറച്ചു, +1 ചെയ്തു. സോ എനിക്ക് 31 കിട്ടും. സോ മിനിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ എത്രയാണ്? 31 ആണ്. അപ്പോ സുമ എന്താണ്? 12ാമതും മിനി ഫ്രണ്ടിൽ നിന്ന് 31ാമതുമാണ്. ഇനി അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ 12നും 31നും ഇടയ്ക്ക് എത്ര പേരുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് 13, 14, 15 അങ്ങനെ 12 എടുക്കാൻ പാടില്ല, 31 എടുക്കാൻ പാടില്ല കേട്ടോ. അതിന്റെ ഇടയ്ക്കാണ് വേണ്ടത്. അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഓപ്ഷൻ സി 18 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. വളരെ ഈസി ചോദ്യമാണ്. നമ്മൾ ഇവിടെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പൊസിഷൻ മാർക്ക് ചെയ്തു, എന്നിട്ട് മിനിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ കണ്ടുപിടിച്ചു. അത് നമ്മൾ ടൈപ്പ് 2 പ്രകാരമാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവർക്കിടയിലുള്ള നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. ശ്രദ്ധിക്കുക, 12, 31 ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാൻ പാടില്ല 12, 31. സോ അവർക്കിടയിൽ 18 പേരുണ്ടാവും. അപ്പൊ ആൻസർ 18 ആണ് വരിക. ഓക്കെ, സോ പുതിയ CSEB നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂലൈ 2-നാണ് അവസാന ഡേറ്റ്. അതുപോലെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു CSEB എക്സാം ഫോക്കസ് ചെയ്യുന്ന, അത് ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു CSEB ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒരുപാട് നല്ല റിസൾട്ടുകളുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടേത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത റാങ്ക് ലിസ്റ്റുകളിൽ നിങ്ങൾക്ക് ഇടം പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക. അപ്പോൾ കോഴ്സിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതൊക്കെയാണ്, ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ കോഴ്സിന്റെ ഭാഗം. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ആരെങ്കിലും ഈ ഒരു CSEB എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഒരു ക്രാഷ് ലൈവിന്റെ കാര്യം മറക്കരുത്. അതായത് നമ്മുടെ ഫ്രീ ലൈവ് ഉണ്ടല്ലോ ജൂൺ 18, അത് എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. കൃത്യമായിട്ട് അതിൻ്റെ ഐഡിയ നമ്മൾ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 or 2 മാർക്ക് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് സെക്യൂർ ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അതുപോലെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം ഞാൻ നിങ്ങളേക്ക് തരികയാണ്. അതായത് രാജു എന്ന് പറയുന്ന വ്യക്തി ഒരു വരിയിൽ ഫ്രണ്ടിൽ നിന്ന് 12ാമതാണ്, ബാക്കിൽ നിന്ന് 20ാമതാണ്. രാജു എന്ന് പറയുന്ന വ്യക്തി ഫ്രണ്ടിൽ നിന്ന് 12ാമതാണ്, ബാക്കിൽ നിന്ന് 20ാമതാണ്. ആ വരിയിൽ ടോട്ടൽ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫ്രണ്ടിൽ നിന്ന് 12ാമത്, ബാക്കിൽ നിന്ന് 20ാമത്, ടോട്ടൽ എത്ര പേര് ആ വരിയിലുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.